ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആളുകളെന്ന്. അത് അങ്ങനെ തന്നെ പറഞ്ഞു വെക്കാം. കാരണം ബാക്കി അത് എടുത്തു പറയുന്ന ആ നീലക്കുയിൽ എന്നുള്ള ഒരു പേജാണ്. അപ്പൊ അതിനെ വെച്ചിട്ടാ പറഞ്ഞോണ്ട് നീലക്കുയിലിനെ മാത്രം ഇങ്ങനെ പറയാമോ? അല്ല, നീലക്കുയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞേ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. തരികിട സാബുവും, അതായത് തരികിട എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമക്കാരെ നമുക്കൊന്ന് കാണാനെങ്കിലും പറ്റും. അന്ന് ഒളിക്യാമറ ആയിട്ട് ഒരു ക്യാമറ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ആപ്പരാസികളെന്ന് വിളിച്ചുകൊണ്ട് ഇവരെ ഈ കാര്യം ചെയ്യുന്നത്. ഇവർ ചെയ്തതും സാബുവും ചെയ്തിട്ട് എന്താ വ്യത്യാസം? അതായത് നീലക്കുയിൽ പോലെയുള്ള മീഡിയാസ് എടുത്തിരുന്ന വീഡിയോസ് കൃത്യമായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് എല്ലാ PR-ഒമാർക്കും ഇവരെ വേണം. അപ്പൊ ആരാണ് ഇവർക്കെതിരെ കാണാൻ അവിടെ വരെ വരുന്നു? ഇവരുടെ ഫ്രണ്ടിൽ കൂടി ഇവർ ക്യാമറ ആയിട്ട് പോകുമ്പോൾ നമ്മൾ കാണും. ഇവർ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ചോദിക്കും സിനിമ കാണാൻ മതിയാണ് അങ്ങനെ ഇങ്ങനെ. അവിടെ വെച്ച് ഇവരോട് തിരിച്ചു പോടാൻ ഇത് ഇട്ടുപോരെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളുടെ കംഫർട്ടിനെ ചോദ്യം ചെയ്യുമെന്നല്ല, മനഃപൂർവ്വം അങ്ങനെ നടക്കുകയും എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു റീച്ച് കിട്ടി, ഇനി അത് കാണിച്ചതിന്റെ പേരിൽ ഒരു റീച്ചും കിട്ടുന്നെന്ന് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് റീച്ചായി വളരെ അറിയാം. എന്റെ ശരീരം കുറച്ച് കാണിച്ചാലും വേണ്ടിയില്ല, ആ സിനിമ ഇച്ചിരി ഒന്ന് ബോറാണ് എന്നുണ്ടെങ്കിൽ, ആ സിനിമയ്ക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു നടിയെ അത്യാവശ്യം തുണി കുറച്ചിറക്കാൻ പോലും മൊബൈലിലല്ലേ വീഡിയോ എടുത്തിട്ടത്. നീലക്കുയിലായാലും ശരി, പച്ചക്കുയിലായാലും ശരി, നിനക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ട് നീലക്കുയിലിന്റെ ഏറ്റവും വലിയ പറയുന്നവരായിരുന്നു പറയുന്നത്. അവനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. പെണ്ണിനെ മാക്സിമം തുണി ഊരിപ്പിച്ചാലാണ് അവിടേക്ക് ആള് കൂടുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ തലയിലേക്ക് അടിച്ചു കയറ്റി കൊടുത്തിട്ട് അവൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം കാണിക്കലാണ് യഥാർത്ഥത്തിൽ അവളുടെ ശരീര സ്വാതന്ത്ര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സാബുമോൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ മൊബൈലിൽ വീഡിയോ പകർത്തുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഫേസ് എടുത്തുകൊണ്ട് വീഡിയോ പങ്കുവെച്ചത്. അതിനെക്കുറിച്ച് പ്രമുഖ യൂട്യൂബറായ അൽത്താഫിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഹലോ, സാബുമോൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോ സാബുമോൻ തരികിട സാബു അല്ലേ, തരികിടയിലൂടെ വന്ന സാബു. അപ്പോൾ അത് ആ പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നു, കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. എനിക്കൊന്ന് പ്രത്യേകിച്ച് അവരിപ്പോൾ എടുത്ത് പറയുന്ന പലയിടത്തും ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആളുകളെന്ന്. അത് അങ്ങനെ തന്നെ പറഞ്ഞു വെക്കാം, കാരണം ബാക്കി ഞാൻ പറയാം. അപ്പോൾ അവർക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അപ്പം ഞാൻ അകത്ത് പോയ സമയത്ത് അവിടെ ഈ കാർത്തിക് സൂര്യയുടെ ക്യാമറ എടുക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവരെ പുറത്ത് നിർത്തിയേക്കുവാ 3-4 പേര്. അവരകത്തേക്കൊന്നും കയറി വരുന്നില്ല. അവിടെ ബൗൺസർ മറ്റേ അമ്പാൻ നിൽപ്പുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്കൊരു ബൈറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരു ബൈറ്റ് കൊടുത്തു. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പരിപാടിയെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു, ജസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷമായിരിക്കും സാബുമോൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അതിന് മുമ്പാണ് ശേഷമാണെന്ന് അറിയത്തില്ല. എന്തൊക്കെയായിരുന്നാലും ആ ഒരു പ്രവണതയോട് ഇപ്പം 2 ഭാഗം ഇതിനകത്ത് പറയാം. അതിനകത്ത് എടുത്തു പറയുന്ന ആ നീലക്കുയിൽ എന്നുള്ള ഒരു പേജാണ്. അപ്പൊ അതിനെ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന എല്ലാ പരിപാടിയും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ചിലരുടെ ഇതുപോലെ വിവാഹം നടക്കുന്ന സമയത്ത്, എനിക്ക് സിജോയുടെ മാരേജ് നടന്ന സമയത്തും കുറെ ഓൺലൈൻ മീഡിയാസ് ഇടിച്ചു കയറി വന്നു. ഇതൊരു ഓപ്പൺ എയർ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു അതിന്റെ ഫംഗ്ഷൻ നടന്നത്. അവിടെ ഈ പറയുന്നത് ഒത്തിരി ആളുകൾ വന്നിട്ട് വീട്ടിലുള്ളവർക്ക് പോലും കല്യാണം കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വളഞ്ഞു നിന്ന് ഒരുപാട്, ഞാനൊക്കെ അനൗൺസ് ചെയ്ത് ഒരുപാട് പറഞ്ഞു, ഞാൻ ആ പ്രോഗ്രാം ആങ്കർ ചെയ്തത്. അത് വലിയ ശല്യത്തിനൊക്കെ പോയി ഒരു വിഭാഗം ആളുകൾ. എല്ലാവരും അങ്ങനെയാണെന്നല്ല. നീലക്കുയിലിനെ മാത്രം അങ്ങനെ പറയാമോ? അല്ല, നീലക്കുയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞേ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇപ്പൊ നീലക്കുയിലിനെ അല്ല പറഞ്ഞത്. അവിടെ നിന്ന് നീലക്കുയിൽ സിജോയുടെ കല്യാണത്തിന് വന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ കുറെ പേര് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അതൊരു വിഭാഗം അങ്ങനെ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇനി സാബുവിന്റെ വിഷയത്തിലേക്കാണ് വരുന്നത്. നല്ലൊരാളാണ് അദ്ദേഹം, നല്ല സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം ബിഗ് ബോസിൽ വളരെ തന്ത്രപരമായിട്ട് വിജയിച്ച ഒരാളാണ്. പല പ്രോഗ്രാമിലും ഇപ്പം ആങ്കറായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതിന് എന്റെ സംശയം പറയാം, ഒരു പ്രോഗ്രാമിൽ വന്നു പെൺകുട്ടികളെ വളരെ ഹരാസ് ചെയ്യുന്ന ഒരാളായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ. ചിലപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിന് കൊടുത്തത്. വേറൊരു പ്രോഗ്രാമിൽ, ഫൺ പ്രോഗ്രാമിൽ വന്ന് എല്ലാവരും ചിരിക്കുന്നതിന് മുമ്പ് പൊട്ടിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് എന്റെ കുറവായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്, ഇദ്ദേഹത്തിന് ആദ്യം തന്നെ തുറന്നു പറഞ്ഞ പോലെ തരികിട സാബു, അതായത് തരികിട എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ അദ്ദേഹം വന്നേ. ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രാങ്ക് പ്രോഗ്രാം, മലയാളത്തിലെ ഏറ്റവും തുടക്കത്തിലെ പ്രാങ്ക് പ്രോഗ്രാം. ഇതിൽ ഈ വരുന്ന ആളുകളോട് സമ്മതം ചോദിച്ചിട്ടല്ല അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുള്ളൂ. ഇന്നത്തെ ഈ ഓൺലൈൻ മാധ്യമക്കാരെ നമുക്കൊന്ന് കാണാനെങ്കിലും പറ്റും. അന്ന് ഒളിക്യാമറ ആയിട്ട് ഒരു ക്യാമറ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പറ്റിക്കുന്നതിന്റെ മാക്സിമം പറ്റിച്ച് ആ വീഡിയോ പകർത്തി അന്നൊരു ചാനൽ, എനിക്ക് തോന്നുന്നു ഏത് ചാനലാണെന്ന് വ്യക്തമല്ല, ആ ചാനലിൽ ഈ വീഡിയോ ഇടുന്ന പരിപാടിയായിരുന്നു സാബുവിന്. അതിനുശേഷമാണ് ഇദ്ദേഹം വരുന്നതും സിനിമയിൽ വരുന്നതും ആക്ട് ചെയ്യുന്നതും ബിഗ് ബോസിൽ വരുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ ഇതിനെ പരിശോധിക്കണം. ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു, ഒരാളുടെ സ്വകാര്യത്തിൽ ഇടിച്ചു കയറി അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്ന അത്ര നല്ല കാര്യമല്ല. പക്ഷെ അത് പറയുന്ന വ്യക്തി ആ വീഡിയോ എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഇവർ ഇത്രയും നിൽക്കുന്ന ആളുകൾ നമുക്കറിയാം, ചിലർ ഓടി മാറുന്നുണ്ട്, സ്ത്രീകൾ മുഖം മറയ്ക്കുന്നുണ്ട്, അവർക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ പറയുന്ന സാബുമോൻ തന്നെ പറയുന്നത് പാപ്പരാസികളെന്ന് വിളിച്ചുകൊണ്ട് ഇവരെ ഈ കാര്യം ചെയ്യുന്നത്. ഇവർ ചെയ്തതും സാബുമോൻ ചെയ്തിട്ട് എന്താ വ്യത്യാസം? ഒരു കൊലയെ മറ്റേ കൊല ചെയ്തുകൊണ്ടാണോ ഒരു വക്കീലായിട്ടുള്ള, ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ നീതി നടപ്പാക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന സാബുമോൻ അഡ്വക്കേറ്റ് അല്ലേ അങ്ങനെ പറയപ്പെടുന്നത്? അദ്ദേഹം പറയുന്ന തിന്മ, അതായത് താല്പര്യമില്ലാത്ത ആളുകളുടെ നേരേക്ക് ഇടിച്ചു കയറി വീഡിയോ എടുക്കുന്ന ആളുകളുടെ വീഡിയോസ് അതേപോലെ താല്പര്യമില്ലാതെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ
തള്ളിക്കൊണ്ട് അദ്ദേഹം കാണിക്കുന്ന അത്ര വലിയ നന്മയായിട്ടോ നന്മപരമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനപ്പുറത്തേക്ക് മാറ്റം വരാം. പണ്ടൊക്കെ ഞാൻ പ്രാങ്ക് ചെയ്ത ആളാണ്, എനിക്ക് ഇന്നീട് മാറ്റം വന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയുമെങ്കിൽ പോലും അത് ഈ കാണിച്ചത് വേണം വീഡിയോ എടുക്കായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ അദ്ദേഹം ഫോണിൽ കാണാൻ എടുത്തു. പക്ഷെ അദ്ദേഹം വളരെ കളിയാക്കിയ രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത്. അതെ അതെ അതെ, അതിൽ എന്തോ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതൊക്കെയാണോ? അപ്പൊ എനിക്ക് വേറെ കാര്യം ആലോചിക്കുന്നത്, ഇപ്പം പലരും പറയുന്നുണ്ട്, പല മാധ്യമങ്ങളും ഈ പറയുന്ന ഓൺലൈൻ മാധ്യമക്കാരെ അന്ന് വരുന്നവരൊക്കെ അഭിസംബോധന ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് പലർക്കും ഈ ഓൺലൈൻ മാധ്യമക്കാരെ കരിയ വേറൊന്നും കൊണ്ടല്ല. പണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം വളരെ തുച്ഛമായ വരുമാനത്തിൽ ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നു. ഫോൺ ക്യാമറ സംഘം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാറ്റലൈറ്റ് മാധ്യമക്കാർ പൊട്ടന്മാർ അത് മാറ്റാൻ സമയമായി. കാര്യം എന്ന് പറയുന്നത് ഇത്രയും തടിച്ചു പിടിച്ച ക്യാമറ കൊണ്ട് നടക്കുന്നത് എന്തിനാ? ഇപ്പൊ സിനിമ പോലും ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. എമ്പുരാൻ സിനിമയിലൊക്കെ ഭാഗങ്ങൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനാവുമ്പോൾ ലൈറ്റ് വേണ്ട, വെട്ടം വേണ്ട, അതുപോലെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല, ഇവിടെ വെച്ച് എടുത്തെടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഉണ്ട്. ഈ പറയുന്ന ഇത്രയുള്ള സ്ക്രീനിൽ കാണാനല്ലേ, ഫോണിൽ കാണാനല്ലേ നമുക്ക്, അതിന് ഈ ഫോണിൽ എടുത്താൽ മതി. അതുകൊണ്ട് എന്താ ഈ പറയുന്നവർക്കൊന്നും വീട്ടിൽ റീച്ച് കിട്ടുന്നില്ലേ, ഈ പറയുന്നവർക്ക് ക്വാളിറ്റി കിട്ടുന്നില്ലേ? അത് ഈ മാധ്യമക്കാർ അസുഖമുണ്ടവർ പറഞ്ഞു വരുത്തുന്നതാണ്. പിന്നെ ഈ ചെയ്ത ഒരു പ്രവൃത്തിയോട്. പിന്നെ ഇതിനെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കാണുന്നു എന്നുള്ള ഒരു വിഭാഗം നമ്മൾ നോക്കണം. അതായത് എന്റർടൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നീലക്കുയിൽ പോലെയുള്ള മീഡിയാസ് എടുത്തിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുന്ന. അവരുടെ പേജിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? നേരത്തെ ഒരു പേജ് ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പൊ പുതിയ പേജ് വന്നു. ആ പേജ് 1.3 മില്യൺ അങ്ങനെ എന്തോ കുറെ മില്യൺ ആയിട്ട് അത് വിറ്റതാണ്. ഇപ്പൊ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് അവർക്ക് വീണ്ടും 1 മില്യൺ എബോ ആയത്. അപ്പൊ നല്ല റീച്ചാണ്, അവർക്ക് നല്ല ഫോളോവേഴ്സും ഉണ്ട്. ആരെ കാണുന്നു? ഇവരുടെ മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ആണ് പറയുന്നത്. അപ്പൊ ആരെ എന്റർടൈൻ ചെയ്യപ്പെടുന്നത്, ആരെ കാണുന്നതെന്ന് ചോദിക്കട്ടെ. നമുക്ക് അറിയാം, ഈ കുറച്ച് നാൾ മുമ്പ് കൊച്ചിയിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഓട്ടോക്കാരെല്ലാം കുറച്ച് പേരെ മാധ്യമം കൈകാര്യം ചെയ്തു. പക്ഷെ അതിനുശേഷം അവരുടെ വീഡിയോസ് അധികം വന്നില്ല, പതുക്കെ നിന്നു. അതെന്തുകൊണ്ടാ? ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടാ. പക്ഷെ ഈ പറയുന്ന നീലക്കുയിലിന്റെ വിഷയങ്ങൾ പലരും എടുത്തു തന്നെ പറയും, ഇവരെന്താ ഒരു കേസായിട്ട് പോകാത്ത? അവരുടെ വീഡിയോസ് അല്ലേ വരുന്നത്, അവരുടെ കാര്യങ്ങളല്ലേ വരുന്നത്. ഞാൻ പറയട്ടെ, ഒരു വിഭാഗം ഇതിനെ എതിർക്കെങ്കിൽ പോലും എനിക്ക് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ആളുകൾ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമാ താരങ്ങള് അങ്ങനെയുള്ളവർ ഇവരെ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാ പരിപാടികളിലും. അതല്ലേ ഞാൻ പറയുന്നത്, ആ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ആളുകൾ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം സിനിമയുടെ പൂജ തൊട്ട് അതിനുശേഷം ടൈറ്റിൽ ലോഞ്ചിങ്, ട്രെയിലർ, സിനിമയുടെ പ്രൊമോഷൻ എല്ലാത്തിനും ലക്ഷങ്ങൾ കൊടുത്ത്, ഞാൻ ഒരു മീഡിയ എടുത്ത് പറയുന്നില്ല, ലക്ഷങ്ങൾ കൊടുത്ത് എന്നെ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ടല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രൊമോഷൻ വിളിക്കുമല്ലോ, പബ്ലിക്കിൽ ഇറങ്ങിയ പ്രൊമോഷന് കാശ് തന്നിട്ട് തന്നെയാണ് ആ സിനിമ ഇറങ്ങുകയും ചെയ്തായിരുന്നു. നീലക്കുയിൽ എന്ന് പറഞ്ഞ ആ മീഡിയക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് മീഡിയക്ക് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ എന്ന് പറഞ്ഞാൽ നല്ല അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ നല്ലതാവണമെന്ന് ഒരു മീഡിയ അല്ല, നല്ലതാണെന്നല്ല, അവർക്ക് സിനിമയുടെ ഭാഗമായിട്ട് എല്ലാ PR-ഒമാർക്കും ഇവരെ വേണം. അപ്പൊ ആരാണ് ഇവർക്കെതിരെ പറയുന്നത്? ഇവരോട് ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്. ഇപ്പൊ ഈ പറയുന്ന സാബുമോനെപ്പോലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് അദ്ദേഹം വന്ന വഴി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ അദ്ദേഹം വേറെ ലെവലിലെത്തി, സാറ്റലൈറ്റ് ചാനലിലെത്തി. അതുകൊണ്ട് തന്നെയാണ് നീലക്കുയിലൊരു കുറിപ്പ് വിട്ടായിരുന്നു, കഴിഞ്ഞ കാലം മറക്കരുത് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഞങ്ങൾ നേരിട്ട് വന്ന് വീഡിയോ എടുക്കുന്നു, സാബുമോൻ പണ്ട് ഒളിക്യാമറ വെച്ച് വീഡിയോ എടുക്കും, വ്യത്യാസം അത്രേ ഉള്ളൂ, ഒളിക്യാമറ നീല സാബു, കഴിഞ്ഞ കാലം മറക്കരുത് സാബു, പണ്ടത്തെ FFC ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒളിക്യാമറ വെച്ച ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന തരികിട സാബു ഇങ്ങനെ തന്നെ പറയണം, പെട്ടെന്ന് സെലിബ്രിറ്റിയായി മാറിയപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നു, അന്നത്തെ നീലക്കുയിൽ സാബു മോനായിരുന്നു, തരികിട കുയിൽ സാബു FFC ഗ്രൂപ്പിലെ ബ്ലൂ ഫിലിം കഥകളും എല്ലാം മറക്കുമോ പെട്ടെന്ന്. നീലക്കുയിൽ എഴുതിയിട്ടൊരു FB പോസ്റ്റാണ്, അതെല്ലാരും പങ്കുവെച്ചിട്ടുണ്ട്. പോസ്റ്റ് ഇപ്പൊ പറയുമ്പോൾ ഞാൻ കാണുന്നത്. പക്ഷെ ഇത് അല്ലാതെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ, ഒരാളിപ്പോ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എനിക്ക് നോക്കട്ടെ, ഫഹദ് ഫാസിലിനെ എടുക്കാം. അദ്ദേഹം ഒരു ഈ പറയുന്ന എന്താ പറയാ, ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടില്ല. പക്ഷെ ഉള്ള ഫോൺ കീപാഡ് ഫോണാണ് ലക്ഷങ്ങളെ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ വന്ന് സമയം കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാര്യം ഇറക്കിയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ശരിയാണ്, അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന ആളല്ല, അങ്ങനെ പോകുന്ന ആളല്ല, അങ്ങനെ വന്ന ആളല്ല. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്ന വഴി ഇങ്ങനെയൊക്കെയാ, എങ്ങനെങ്കിലുമൊക്കെ കയറി വന്നൊരു ലെവലിൽ എത്തി കഴിയുമ്പോഴത്തേക്കിനും അതേപോലത്തെ ആളുകളെ കുറ്റം പറയുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും പ്രതിഷേധം. അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിവാദമാവാൻ കാരണവും എല്ലാരും എതിരെ വരാൻ കാരണവും. അത് തന്നെയാണ് കാര്യം. നമ്മൾ പറയുന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോ ഞാൻ തന്നെ ഈ തരികിയുടെ സാബുവിന്റെ പ്രാങ്കുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രാങ്ക് ചെയ്തിട്ടുള്ള ആളാ. പക്ഷെ പ്രാങ്ക് ചെയ്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. കാര്യം നമ്മൾ പലപ്പോഴും പ്രാങ്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ, ഞാൻ കുട്ടിച്ചാത്തനെ വിൽക്കാൻ പോയായിരുന്നു. റോഡിൽ നിന്ന് ചേട്ടൻ തൂത്തോണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ പണിയൊക്കെ നല്ലോണം എടുക്കും, 75 രൂപ കുട്ടിച്ചാത്തന് കുപ്പിക്കാതെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം വിശ്വസിച്ചു. ആലോചിക്കണം, പ്രായമുള്ള ഒരാളാണ്, അയാൾ തൂത്തോണ്ടിരിക്കുന്നത്, നാളെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് 75 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് പോയി. ഇന്നും അയാൾ വിശ്വസിച്ചിരിക്കുമായിരിക്കും കുട്ടിച്ചാത്തനെ കൊണ്ടുവരുമെന്ന്. അതൊക്കെ വലിയ തെറ്റാന്ന് എനിക്കിപ്പോ അതിനുശേഷം മനസ്സിലായി. പ്രാങ്ക് ചെയ്തിട്ടില്ല. പ്രാങ്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മാന്യതയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതിന്റെ മാന്യത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വരുന്ന പല ആളുകളും സ്ത്രീകളെയാണല്ലോ ഇപ്പൊ പറയുന്നത് നീലക്കുയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്.
നമുക്ക് പലപ്പോഴും ഈ പുറത്ത് വന്ന് പ്രതികരിച്ച ആളുകളെ അറിയാം. പക്ഷേ ഈ നീലക്കുയിൽ പോലത്തെ, നീലക്കുയിൽ എടുത്ത് പറയുന്ന അവരെ കൂടുതലായിട്ട് പറഞ്ഞതുകൊണ്ടാണ്, അല്ലാത്ത മാധ്യമങ്ങളിലൂടെ അർദ്ധനഗ്നയായിട്ടോ, നഗ്നൻ എന്ന് പറയത്തില്ല, ആണുങ്ങൾ തുണിയിലാവുന്ന കാണാൻ ആരുമില്ലല്ലോ, അർദ്ധനഗ്നയായിട്ട് വന്നിട്ടുള്ള എത്രയോ സ്ത്രീകൾ അതിലൂടെ മെയിൻ ആയിട്ടുണ്ട്, ഫേമസ് ആയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ മീഡിയ മാത്രം വിചാരിച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ടോ? പല ആളുകളും അവർ ഞാൻ ഇന്നടത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്, ഞാൻ സിനിമയ്ക്ക് ഇന്നടത്ത് വരുന്നുണ്ട്, ഇന്നടത്ത് പോകുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അവരുടെ താല്പര്യത്തോടെ തന്നെയാണ് ആ വീഡിയോ വരുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി അവർ ഈ പറയുന്ന സിനിമ കാണാൻ അവിടെ വരെ വരുന്നു, ഇവരുടെ ഫ്രണ്ടിൽ കൂടി ഇവർ ക്യാമറ ആയിട്ട് പോകുമ്പോൾ നമ്മൾ കാണും. ഇവർ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ചോദിക്കും സിനിമ കാണാൻ വന്നതാണ്, സിനിമ കാണാൻ വന്നതാണ്, അങ്ങനെ ഇങ്ങനെ. അവിടെ വെച്ച് ഇവരോട് തിരിച്ചു പോടാൻ ഇത് ഇട്ടുപോരെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോയും വന്ന് പബ്ലിഷുമായി റീച്ചുമായി കഴിയുമ്പോഴത്തേക്കിനും വന്ന് നിന്നിട്ട് അത് പാടില്ല, നിലക്കിൽ ഇവിടെ വെച്ച് വീഡിയോ എടുത്തു, അവിടെ വെച്ച് വീഡിയോ എടുത്തു. അതുകൊണ്ട് ഈ 2 ഷർട്ട് ഞാൻ തുറന്നിട്ട് പെൺപിള്ളേർ കുറ്റം പറയുമല്ല, ഞാൻ ഈ ബട്ടൺസ് ഇല്ല തുറന്നിട്ട് കഴിഞ്ഞാൽ എന്റെ ഇവിടെ കാണും, ഞാൻ ഈ 2 ബട്ടൺസും കിട്ടാലോ. അങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് അങ്ങനെ നടക്കുന്ന സ്ത്രീകളുടെ കംഫർട്ടിനെ ചോദ്യം ചെയ്യുമെന്നല്ല, മനഃപൂർവ്വം അങ്ങനെ നടക്കുകയും എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു റീച്ച് കിട്ടി, ഇനി അത് കാണിച്ചതിന്റെ പേരിൽ ഒരു റീച്ചും കിട്ടുന്നെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ ആംഗിളുകൾ ഷൂട്ട് ചെയ്യുന്നതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ലോ ആംഗിള്, ഹൈ ആംഗിൾ ഒക്കെ എടുക്കുന്നതാണ് അവരങ്ങനെയുള്ള കഴുത്തുകളൊക്കെ. പക്ഷെ അത് നമുക്ക് അങ്ങനെ തുറന്ന് പറയാനും പറ്റില്ല, ആ രീതിയിൽ അത് അവരുടെ കംഫർട്ട് ആണെന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. അങ്ങനെ അപ്പൊ ഇന്റൻസ്ലി ഈ പറയുന്ന പോലെ ഇന്റൻസ്ലി ഡ്രസ്സ് കാണിക്കാനായിട്ട് ധരിക്കുന്നതും ഇന്റൻസ്ലി ഒരു ഡ്രസ്സ് ഇട്ട് വരുന്ന ആളെ ഇന്റൻസ്ലി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതും രണ്ടും തെറ്റാ. അതല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ തുണിയില്ലാതെ വരുന്നെങ്കിൽ തുണിയില്ലാതെ തന്നെ കാണത്തുള്ളൂ. അതിനെ വന്നിട്ട് പിന്നെ അടിയിൽ വന്നിട്ട് വേറൊരു വിഭാഗം ആളുകളുണ്ട്, ഈ വീഡിയോ എടുത്തോണ്ട് പോകും. ഈ വീഡിയോയോ അല്ലെങ്കിൽ പോസ്റ്റ് ഈ വീഡിയോയുടെ ഫോട്ടോ മാത്രം എടുത്തോണ്ട് പോയിട്ട് ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇതിന്റെ ഇടയിൽ അങ്ങ് എഴുതും, ഇന്ന ആൾ ഇന്നടത്ത് വന്ന് ഇറങ്ങിയത് കണ്ടോ. അതെനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മാധ്യമത്തെക്കാൾ കൂടുതൽ ഫേക്ക് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്കിൽ തന്നെ. അതിന് വാലും തലയൊന്നുമില്ല, എന്തെങ്കിലും ഒരു പേരായിരിക്കും. ഇവരുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഇല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് അതിനകത്ത് കൊണ്ടിട്ടിട്ട് 2-3 ഫോട്ടോ, കാരണം ഫോട്ടോയ്ക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ ക്യാഷ് കിട്ടുമല്ലോ. ഇന്നയാൾ ഇന്നടത്ത് വന്ന് ഇറങ്ങിയത് കണ്ടോ, ഇന്നയാൾ ഇങ്ങോട്ട് പോയപ്പോൾ ഇരുന്നത് കണ്ടോ, ഇന്നയാൾ അയാളോട് പറഞ്ഞത് കണ്ടോ, ഇവർ തമ്മിൽ ഹോട്ടലിൽ ചെയ്തത് കണ്ടോ. ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ ടൈറ്റിലും വലിയ പ്രശ്നമാണ്. ആയിട്ടുള്ള ഹെഡിങ് ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഉണ്ടാവുമ്പോഴാണ് ക്ലിക്ക് ബൈറ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ അങ്ങനെ ഇടുന്നത്. പക്ഷെ ചിലപ്പോ അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അത് ശരിക്കും മാധ്യമ വിരുദ്ധമാണ്. അത് ഇവരുടെ തലയിലോട്ടാ വരുന്നത്. പിന്നെ വേറൊരു കാര്യമാണ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീലക്കുയിൽ മാസങ്ങൾ കൊണ്ട് മില്യൺ ആയെന്ന് പറയുന്നല്ലോ, ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇതാരാ കാണുന്നത്? ഇവർക്ക് വരുമാനം കിട്ടാതെ ഈ എല്ലാ സ്ഥലത്തും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇവരെന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഞാനൊരു സാധനം വീഡിയോ ഇറക്കി വിട്ടു, ഇത് കാണാൻ 10 പേരില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ആ കണ്ടന്റ് ഇടുവോ? ഇടത്തില്ല. അപ്പോഴത്തേക്ക് എന്താ, ഇവരിടുന്ന കണ്ടന്റ് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുവാണ്, മില്യൺ കണക്കിന് ആളുകൾ നിൽക്കുകയാണ്. ഒന്നാമത് ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹം വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചിരുന്നൊരു സമൂഹമാണ് നമ്മുടെ. ആ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കാണാൻ ആളുകൾ ഇരിക്കുക. ഒന്നെങ്കിൽ ഈ പറയുന്ന നീലക്കുയിൽ പോലത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വൾഗർന്ന് തോന്നുന്ന നിങ്ങളുടെ വീഡിയോ വരുന്ന ചാനലുകൾക്ക് നിങ്ങൾ കേസ് കൊടുക്കണം. 2-3 തവണ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന സാധനം ചെയ്യാൻ വരത്തില്ലല്ലോ. പക്ഷേ ഇവരെയൊക്കെ ഇതുപോലത്തെ ഓരോ സിനിമാക്കാർക്ക് ആവശ്യമാണ്. കാരണം എന്താ, ഈ പൂജ തൊട്ട് ഇങ്ങോട്ട് ഇതിൽ വരുന്ന ആളുകളെ പല രീതിയിലും യൂസ് ചെയ്ത് അങ്ങോട്ടിട്ട് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ ഇവരൊക്കെ ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കാം, നമുക്കറിയാം ഇനി വരുന്ന സിനിമകളിൽ ഇവർ വരത്തില്ലോ എന്നറിയാമല്ലോ. ഇവരൊക്കെ എന്താ വരുന്നത്? ഇവരെന്താ പുതിയ വീട് വെക്കുന്നു, വാഹനങ്ങൾ മേടിക്കുന്നു, കാശുണ്ടാക്കുന്നു, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. അപ്പോൾ അത് ഇവർക്ക് ഇതിന് വരുമാനം ഉള്ളതുകൊണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളത് കൊണ്ടുവാ. പക്ഷെ അതിനെ പറയേണ്ടത് സാബുമോനെ പോലത്തെ ആളുകളല്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം. സാബുമോൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൽ വലിയ അന്യന്തരം കാണിച്ച ആളിപ്പുറത്തെന്ന് പറയുന്നേ പറയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് പറയേണ്ട വ്യക്തമായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സൂചിപ്പിക്കണം, ചൂണ്ടിക്കാണിക്കണം. അതിലുപരി ഇത് പ്രതികരിക്കേണ്ടത്, ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ സ്ത്രീകളെ പ്രതികരിക്കണ്ടേ. അവർ മുന്നിൽ ക്യാമറയായിട്ട് വരുന്ന സമയത്ത്, ഫോണുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വരരുതെന്ന് അതിൽ വ്യക്തമായി പറയും. നമ്മൾ ചിലർ പറയുന്നുണ്ട് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു മാധവ് സുരേഷ് ഒക്കെ വന്ന് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ എടുക്കാറുമില്ല. പക്ഷെ എടുക്കുന്നവരും ഉണ്ടെന്നാണ് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, എടുക്കാറില്ല. പക്ഷെ ഇതിനെ എന്റർടൈൻ ചെയ്ത് നടന്ന് വന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ചിരിച്ചോണ്ട്, ഇവർ എടുക്കുന്നുണ്ടല്ലോ, അവർക്ക് താല്പര്യമുള്ളതുകൊണ്ടല്ലേ എടുക്കുന്നത്. അങ്ങനെയുള്ളവരുള്ളിടത്തോളം ഇവർ ഇട്ടുകൊണ്ടിരിക്കും. ഇതിനെ ആർക്കും നിർത്താൻ പറ്റത്തില്ല. കാരണം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ ഇന്ത്യയിലെ അവരുടെ കടമയല്ല, സോറി, അവരുടെ അവകാശമാണ്. അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മാധവ് സുരേഷിനെ പോലെ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു പ്രതികരിക്കുന്നുണ്ട്. ഒരു കാര്യമൊന്നുമില്ല, കുളത്തിലെ പരൽമീൻ പുറകടം ചാടും. അദ്ദേഹം ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലാതെ എത്രയോ കഴിവുള്ള പിള്ളേർ പറയുന്നുണ്ട്. ഒരു സിനിമയിലെ സീന് ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ കഴിവിന്റെ മികവ്. പിന്നെ അത് കണ്ടില്ല. അല്ലാതെ വേറെ സീൻ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മികവ് മനസ്സിലായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോളിഷ് ചെയ്താ വരുന്നത്. നമ്മൾ അത്രയും കഴിവോടല്ല വരുന്നത്. പക്ഷെ ഈ പറയുന്ന നടന്മാരുടെയൊക്കെ മക്കൾക്ക് പെട്ടെന്ന് ചാൻസ് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ മാധവ് സുരേഷ് ഗോപിയുടെ മകൻ അല്ലായിരുന്നെങ്കിൽ എവിടെ എത്തത്തില്ല. എനിക്ക് തോന്നുന്നില്ല. അതേ നല്ല പോലെ അഭിനയിക്കുന്ന പിള്ളേർ നമ്മുടെ റീൽസ് ചെയ്യുന്ന പിള്ളേരുണ്ട്, അല്ലാതെ ഇവിടെ വെബ് സീരീസ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പൊ ഈ പറയുന്ന ഷോയും വർത്താനവും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ
അത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കുറെ ആളുകൾ പ്രതികരിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് ഈ മീഡിയാസിനെതിരെ. പക്ഷെ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ എടുക്കാറുണ്ട്. അപ്പൊ ആരും നോന്ന് പറയാറില്ല, നോന്ന് പറയുന്നവരുടെ എടുക്കാറുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ തുറന്നിട്ട് വരുമ്പോൾ അല്ലേ കാണാൻ ആളുള്ളത്, അല്ലാതെ പുരുഷന്മാർ തുറന്നിട്ട് വരുമ്പോഴോ പുരുഷന്മാർ നിക്കറിട്ട് വന്നാലോ പെണ്ണിനിട്ട് വന്നാലോ ഇവിടെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സമൂഹം അത് സ്ത്രീകൾക്കല്ലല്ലോ, പുരുഷന്മാർക്കാണ് ഈ അടച്ചു വെക്കുന്ന കാണാനും ആ ഒരു താല്പര്യമുള്ളത്. അപ്പൊ അതിനെ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ സ്ത്രീകൾ അത്യാവശ്യം തുണി എടുത്ത് നടക്കണം. അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറയും. അങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യമായിട്ട് വരുമ്പോഴത്തേക്കും ഇവന്മാർ ക്യാമറ ആയിട്ട് വരും. ആ സമയം നിങ്ങൾ പറയണമെങ്കിൽ ക്യാമറ എടുക്കണം, ചീത്ത വിളിച്ചു വിടണം. അതല്ലാതെ നിങ്ങൾ വിട്ടാൽ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾ ഇതിനു വേണ്ടി തന്നെ നടക്കും. കാരണം എന്റെ ശരീരം കുറച്ച് കാണിച്ചാലും വേണ്ടിയില്ല, നമുക്ക് ഈ അടുത്തിടയ്ക്ക് റീച്ചായ വളരെ അറിയാം, എന്റെ ശരീരം കുറച്ച് കാണിച്ചാലും വേണ്ടിയില്ല. ഋതുമന്ത്രിയൊക്കെ കഴിഞ്ഞ വട്ടം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് എടുക്കുക, സൂം ചെയ്ത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ എടുക്കാത്തവരും ഉണ്ട്. അതെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എടുക്കത്തില്ല. പിന്നെ മാത്രവുമല്ല, ഇപ്പോൾ നീലക്കുയിലും വിഷയങ്ങളും 2-3 കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി വരുന്ന സ്ത്രീകൾക്ക് അപ്പൊ അറിയത്തില്ലേ, അതായത് ഇനി വന്നിറങ്ങുന്ന ഒരു അക്കീവന്മാർ ഇങ്ങനെ ക്യാമറയായിട്ട് നിപ്പോ ഉണ്ടാവും. എന്നിട്ടും അവിടെ ഈ പറയുന്ന പോലെ വസ്ത്രമായിട്ട് വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയാണ്. പാലം കടക്കുന്നത് വരെ നാരായണ പിന്നെ അതുപോലെയാണ്. കാരണം അവർക്ക് ആ റീച്ച് ആവശ്യമുണ്ട്. പക്ഷെ റീച്ച് ആയിക്കഴിഞ്ഞാൽ തള്ളി പറയാം. അങ്ങനത്തെ വിഭാഗങ്ങളും ഇവർക്ക് 2 റീച്ച് ആവശ്യം. എന്താ പറയുക, 2 തരത്തിൽ. ഒന്നെന്ന് പറഞ്ഞാൽ തുണി ഇല്ലാതെ വരുമ്പോൾ ആ കാണുന്ന റീച്ച് ഉണ്ട്. രണ്ടാമത് തുണി ഇല്ലാതെ വന്ന് എന്റെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ മേലിൽ പിടിച്ചെടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റീച്ച് കൂടെ കിട്ടും. അതായത് അതിനെ എതിർത്തുകൊണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് തുണി എടുത്ത് നടക്കുന്ന കാര്യമൊന്നും പറയല്ലേ. പിന്നെ നമ്മൾ അമ്മാവനാവും, ഫേസ്ബുക്ക് അമ്മാവനാവും. പക്ഷെ ഇതൊന്നും അവർക്ക് പറ്റാനും പാടില്ല. പക്ഷെ വേറെ എത്രയോ ഹിന്ദിയിലും ഒക്കെ ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ. ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഹിന്ദിയിലും ഉണ്ട്. പക്ഷെ അവിടെ വരുമ്പോൾ പ്രശ്നം എന്താ പറയുക, അത് അവരുടെ കംഫർട്ട് അല്ല, അവരുടെ രീതിയാണ് വസ്ത്രധാരണം. ആ വസ്ത്രധാരണത്തിൽ വന്നിറങ്ങി ക്യാമറ എടുത്ത് അവർക്കും തോന്നത്തില്ല. ഇവിടെ എന്താ ഏച്ച് കെട്ടുവാണ്, പലരെ അനുകരിക്കാൻ ശ്രമിക്കുക. തുണിയില്ലാതെ വന്നിട്ട് അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും ഇതിനെല്ലാം അവർ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും അയ്യോ എന്റെ എല്ലാം അത് കണ്ട് ഇത് കണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് നമ്മൾ ഒരുവിധം ഒത്തിരി ബുള്ളിങ് വരും. നമുക്കൊക്കെ എന്തോരം തെറികൾ വരുന്നതാ ഒരു കാര്യമില്ലാതെ. ഒരു വിധം നമുക്ക് ഇതിന്റെ തെറികളും കാര്യങ്ങളൊക്കെ വരും, നമ്മളെ ആക്ഷേപിക്കും. അത് ആ വഴിക്ക് പൊക്കോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിൽ കടന്നു കയറി വരുന്നതിനെ നമുക്ക് നോ പറയാം. അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തോ സൈബർ നിയമങ്ങളൊക്കെ ഉണ്ട്. കേസ് കൊടുക്കാം. 2 തവണ ഇവർക്കെതിരെ പറയുകയോ കേസ് കൊടുക്കുകയോ ഇവരൊന്നും ഭയക്കത്തില്ലേ ഇതിനെതിരെ. പക്ഷെ ആരും കേസ് കൊടുക്കുന്നൊന്നുമില്ല. എല്ലാവരും ഇത് സൈലന്റ് ആയിട്ട് അവരുടെ റീച്ചിന് വേണ്ടി ഇത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു വൾഗറായിട്ട് അവർക്ക് നെഗറ്റീവ് കമന്റുകൾ വരുമ്പോഴാണ് അവര് ഇങ്ങനെ എടുത്തു അങ്ങനെ എടുത്തു പറയാൻ ഭയങ്കര രസമാണ്. അല്ലാതെ ഇതിനെതിരെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഏതിനെതിരെ ഒരെണ്ണത്തിന് FIR ഇട്ടിട്ടുണ്ട്, ഒരു കേസ് വന്നിട്ടുണ്ട്. എന്താ കൊടുക്കാൻ പറ്റാത്ത? ഇത്രയും വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ കൊടുക്കണം. ഇപ്പൊ എനിക്ക് ഒത്തിരി സൈബർ ബുള്ളിങ് തെറികൾ വരുന്നതാ, എനിക്കത് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല വന്നോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ മൈൻഡാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ കേസ് വാങ്ങിച്ചു. നീ എന്താ കേസ്? എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവർക്കൊക്കെ ഇങ്ങനെ വരുന്നത് പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ കേസിൽ പോകണം. കാര്യം അങ്ങനെ എനിക്ക് അങ്ങനെ പറയുള്ളൂ, കേസിൽ പോകണം. സാബുമോൻ റീച്ചിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത പെട്ടെന്ന് എന്നൊക്കെ അങ്ങനെ ഒരു ആൾക്കാർ സാബുമോൻ റീച്ചിന് വേണ്ടി അത്യാവശ്യം അദ്ദേഹം എല്ലാ ചാനലിലും ഉണ്ട്, റീച്ചായി നിൽക്കുവാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് റീച്ചിന് എനിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ആളുകളോട് കലിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പാപ്പരാസി എന്ന് വിളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മറന്നുപോയൊരു കാര്യം എന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഈ ഒരു തരികിട എന്ന് പറയുന്ന പരിപാടി പോലും ആളുകളെ പ്രാങ്ക് ചെയ്തെടുത്തതാണ്. അതിനുശേഷം അവരോട് പ്രാങ്ക് ചെയ്തിട്ട് പറയുമായിരിക്കും ഇത് പ്രാങ്ക് ആണ്, എങ്കിൽ പോലും അവർ അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം പറയുന്നത് അത് ഈ കാലഘട്ടം മാറി വന്നപ്പോഴത്തേക്കിനും ഇങ്ങനത്തെ രീതിയിൽ വരുന്നു. ഇതിനും മാറ്റം വരും, ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷേ ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ ഈ ഒരു മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ചെറുതോ വലുതോ എന്ന ആൾക്കാർ നോക്കാതെ, ഇപ്പൊ ഒരു സിനിമയിൽ ഒരു പുതുമുഖ നടി വന്നു അല്ലെങ്കിൽ പുതുമുഖ നായകൻ വന്നു, അവരെയും പ്രൊമോട്ട് ചെയ്യും, ആ സിനിമയും പ്രൊമോട്ട് ചെയ്യും, ഈ താരങ്ങളെയും പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ അവർ റീച്ച് ആവുകയും ചെയ്യും. സാറ്റലൈറ്റുകൾ അങ്ങനെ വലിയ വലിയ പരിപാടികളൊക്കെ മാത്രമേ കവർ ചെയ്യാറുള്ളൂ. അതെ 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 അല്ല ഈ പറയുന്ന ഇപ്പൊ എന്തിനു വേണം, ഈ രേണു സുധിയെ പോലും ഈ സുധിയുടെ വൈഫ് എന്ന് നമ്മൾ അറിയപ്പെട്ടിടത്ത് നിന്ന് ഇന്നിപ്പോ ഈ കാണുന്ന അവർക്ക് ഒരു ഫെയിം കുറെ ഉണ്ട്. അത് നെഗറ്റീവോ പോസിറ്റീവ് ആയിക്കോട്ടെ, അതാക്കി കൊടുക്കാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്ത പണി ചെറുതല്ല. അതുള്ളത് കൊണ്ടാണ് അവർ ഈ ലെവലിൽ എത്തിയത്. അതുപോലെ 1-2 ആളുകളല്ല, കുറെ ആളുകൾ. ഇന്നിപ്പോ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ വളർന്നു വന്ന അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ. എനിക്ക് തോന്നുന്ന ആറാട്ടണ്ണനെയൊക്കെ കേരളത്തിൽ അങ്ങോ ഇങ്ങോ പോയി ആളെ കണ്ടിട്ടില്ലേ പോലും ആറാട്ടണ്ണൻ എന്നൊരു പേര് കേൾക്കാത്ത ആളുകൾ കാണത്തില്ല. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഈ സോഷ്യൽ മീഡിയ വളർത്തിയെടുത്താണ് അവരെ. അപ്പൊ പെണ്ണിനെ മാത്രമല്ല ക്യാമറ കൊണ്ട് നടക്കുന്നത് പറഞ്ഞ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, ഇങ്ങനെ വേറെ കുറച്ച് പേരുണ്ടല്ലോ. ഇവരെയൊക്കെ ആരാ വളർത്തിയെടുത്ത്? ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ തന്നെ വളർത്തിയെടുത്ത്. ഇവർക്കെല്ലാം ഈ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നോക്കിക്കോ, ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ ഇച്ചിരി ഒന്ന് ബോറാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു നടിയെ അത്യാവശ്യം തുണി കുറച്ചിറക്കാൻ പോലും തയ്യാറാവുന്ന ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സിനിമകളുടെ പ്രൊമോഷൻ വരുമ്പോൾ തന്നെ നമുക്ക് കാണും, എന്തിനാണ് ആ സിനിമയിൽ പാസിംഗ് റോൾ ചെയ്ത നടിയായിരിക്കാം, അവർ വന്നിറങ്ങുന്ന അത്യാവശ്യം മോഡേൺ ഡ്രസ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരു സ്ത്രീ അതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇറക്കി നടത്തി വിടും, ഞാൻ സിനിമ കാണാൻ പോവാന്ന്. അതെടുത്തിട്ട് ഒരു കാര്യം അതിനകത്തില്ല.
കഥയുമായിട്ട് അവർക്ക് ബന്ധമില്ല, ജസ്റ്റ് പാസിംഗ് ആയിരിക്കും. അതിൽ ഒരു ബന്ധമില്ലാത്ത ആളുകളെ ഇറക്കി വിട്ടിട്ട് അപ്പൊ അത് മനസ്സിലാവുന്നത് ആ സിനിമയിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇത് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആവുന്നുള്ള പെണ്ണിനെ ഇറക്കി നൈസായിട്ട് വിട്ടിട്ട് ഈ മീഡിയാസിനെ വിളിച്ച് പറയും. അവർ ചെന്ന് വീഡിയോ എടുക്കും. ചിലർക്ക് പ്രൊമോഷൻ കാശ് കൊടുത്ത് തന്നെ പ്രൊമോഷൻ ചെയ്യിപ്പിക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവർ ചെയ്യുന്ന കുറ്റം, അവർ ചെയ്യുന്ന കുറ്റമല്ലെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റുണ്ട്. ഈ പറയുന്ന പോലെ സിജോയുടെയൊക്കെ വിവാഹം നടന്ന സമയത്ത് ഒരു പേഴ്സണൽ ഫംഗ്ഷനാണ്, അതിൽ ചെന്ന് ഇടിച്ചു കയറി അവർ ശല്യം ചെയ്യേണ്ട കാര്യമില്ല. കാർത്തിക് സൂര്യയുടെ വിവാഹത്തിന് ചെന്ന് ഇടിച്ചു കയറി അകത്ത് കണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യം അത് കയറ്റിവിടാത്തോണ്ട് അങ്ങനത്തെ വിഷയങ്ങൾക്ക് ഒരിക്കലും ഇടപെടേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ വലിയ വലിയ നടിമാരുടെ അടുത്ത് ഇവർ ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ പിന്നീട് വന്ന് പറയും. അവർക്ക് അപ്പം പ്രതികരിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഇവരെ എന്റർടൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലരത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എടുത്തിട്ട് എന്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? എടുത്തിട്ട് കഴിഞ്ഞിട്ട് എന്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാണേണ്ടവരെല്ലാം കണ്ടില്ലേ? അതിനപ്പുറത്തേക്ക് ഇവരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതിന് ഞാൻ പറഞ്ഞത് ഇവരെ എതിർക്കുന്ന ആളുകളെല്ലാം അവരുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുക്കും, അല്ലെങ്കിൽ കേസ് കൊടുത്ത് കാണിക്കണം. അത് മാതൃകാപരമായിട്ട് കേസ് കൊടുത്ത് കാണിക്കണം. ഈ സാബുമോൻ പോലെ ഒരുപാട് പേരന്ന് വിവാഹത്തിന് വന്നല്ലോ. അന്ന് ഒരാൾക്കാരും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. സാബുമോൻ അപ്പൊ ഇവര് പാപ്പരാസികളാണ്, ഒരു റിവെഞ്ച് തീർക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ചിലപ്പോ ഈ വീഡിയോ എടുത്തത്. സാബുമോന് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ പാപ്പരാസി എന്നുള്ള പ്രയോഗം ഇവരെ പറ്റി പറഞ്ഞ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോ അവിടെ നിൽക്കുന്ന അന്നും പറഞ്ഞായിരുന്നു, ആ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അതിൽ അപ്പൊ കണ്ടപ്പോ എടുത്തതായിരിക്കും. പക്ഷെ അവരൊന്നും അകത്തേക്ക് കയറി വന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയ കാര്യം എന്ന് പറഞ്ഞാൽ, വിഷമം തോന്നി പറഞ്ഞാൽ, അതിൽ പലരും ഓടി മാറുന്നുണ്ട് മുഖം മാറ്റി. അപ്പൊ ചോദിക്കും, നീയൊക്കെ മീഡിയാസിൽ വീഡിയോ എടുക്കുന്നവരല്ലേ പലരെ, നീ എന്തിനാ ഓടി മാറുന്നത്? അവർക്ക് ക്യാമറ എടുക്കാനാണ് അവരുടെ തൊഴില്. ആ ചാനലിന്റെ ക്യാമറ എടുക്കലായിരിക്കും അവരുടെ പണി. പക്ഷെ ഈ പറയുന്ന സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അഭിനയിക്കുന്നവരാ, ക്യാമറ റെപ്രസെന്റ് ചെയ്യുന്നവരാ. അതാണ് അവർ വീഡിയോ എടുക്കുന്നത്. ആ പ്രശ്നമില്ല. ഇവർ ഓടി മറയുന്നത് എന്താ? അവർക്ക് ക്യാമറ മുമ്പിൽ വരാനോ ഒന്നും അറിയത്തില്ല. അല്ല, അവർക്ക് ഇപ്പൊ അതിൽ അതുകൊണ്ടാണ് പലരും മാസ്ക് പോലും ഇടുന്നത്. ഇല്ല, അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. അല്ലാതെ അവർ ചെയ്യുന്ന വലിയ എന്തുവാ പോൺ ഫിലിം ഒന്നും അല്ലല്ലോ ഇവിടെ എടുക്കുന്നത്. അവരെടുക്കുന്നതിനകത്ത് ആ നിന്നതിനകത്ത് തന്നെ മാധ്യമ ധർമ്മം നല്ല രീതിയിൽ നടത്തുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ വീഡിയോ എടുത്ത് ഇടുന്നവരുണ്ട്. ആ കല്യാണം കവർ ചെയ്യാൻ വന്നവരുണ്ടാവും. അവർക്കും ഫ്രണ്ടി വരാൻ താല്പര്യമില്ല. ഇവർക്ക് എല്ലാവർക്കും മുഖമുണ്ട്, ആരും മുഖം മൂടി ഇട്ടിട്ടല്ല പോയി വീഡിയോ എടുക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും. ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ സുഹൃത്തുക്കൾക്ക് പലർക്കും വരാൻ ക്യാമറ താല്പര്യം, ഞാൻ വരാൻ താല്പര്യമില്ലാത്ത. അപ്പൊ എന്റെ ആംഗിളിൽ നോക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല വരാൻ, പക്ഷെ അവർക്കൊന്നും വരാൻ താല്പര്യമില്ല പല സുഹൃത്തുക്കൾക്കും. അപ്പൊ അതുപോലെയുള്ള ഇവർ ഈ വീഡിയോ എടുക്കാൻ സുഖമാ വന്ന് നിന്ന്. ചിലർക്കൊന്ന് വാ തുറന്ന് സംസാരിക്കാൻ പോലും പേടിയ, കണ്ണുപോലിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും, നെഞ്ചിടിക്കും. അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇത് അന്ന് ആ ചെയ്ത പ്രവൃത്തി നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഓരോ ചേച്ചിമാരൊക്കെ ഓടി പോകുമ്പോൾ പുറകെ പോയിട്ട് നിങ്ങൾ എന്താ ഒരു കുറ്റം ചെയ്ത് ജയിലിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് സാബുമോൻ സംസാരിച്ചത്. അവർക്ക് അവരുടെ ഒരു തൊഴിലാണത്. ഒരു മൊബൈലും എടുത്ത് ചിലപ്പോൾ അവർക്ക് ആ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, അമല എന്ന പേര്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇനാഗുറേഷൻ പോയ സമയത്ത് ബെല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രീമിയം സലൂൺ ഇനാഗുറേഷൻ പോയ സമയത്ത് അവിടെ പോച്ചയൊക്കെ വരെ ഉണ്ടായി. മിയ വന്നായിരുന്നു. അപ്പോൾ ഇവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞാൽ അവരൊരു ക്യാമറ ഫോണുമായിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ അവരടുത്ത് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവിടുന്ന് ഏകദേശം 10-40 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവർ വന്നേക്കുക. അവരിപ്പോൾ ഇവരെ ഇഷ്ടപ്പെട്ടിട്ട് ബോച്ചെ അതുപോലെ മിയെ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ്. ഒരു വൾഗർ വീഡിയോ ഒന്നും എടുക്കാൻ വന്നതല്ല. അപ്പോൾ ഞാൻ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുണ്ട്. ഒരു സ്ത്രീ അത്രയും ട്രാവൽ ചെയ്യുന്ന പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സമയവും കാര്യങ്ങളൊക്കെ നോക്കിപ്പോ. ഇവരെന്ന് പറഞ്ഞാൽ വീടുണ്ട്, കുട്ടിയുണ്ട്, അത് ഇട്ടിട്ട് ഇവർ ഈ സമയത്തൊന്ന് ഷൂട്ട് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളവരാണ്. അവർക്ക് ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ വരുമാന മാർഗ്ഗമായിരിക്കാം. ഇപ്പൊ ഈ ഓൺലൈൻ പാപ്പരാസി മൊബൈൽ കൊണ്ട് നടക്കുന്നു പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയും കൂടെ അതിനകത്ത് ചെയ്യുക. ഇവർക്ക് എവിടെയെങ്കിലും ക്യാമറ ആയിട്ട് പോയി കഴിഞ്ഞാൽ പോലും അവരെയും കൂടെ മറ്റുള്ളവർ കളിയാക്കുന്ന, അത് ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് പോയി. എസ്പെഷ്യലി ഈ സാബുമോനെ പോലത്തെ ഒരു ലോയർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. ഇത്രയും നിയമം അറിയാവുന്ന ഒരാള് ഒരു മനുഷ്യന് ഇത്രയും നീചമായിട്ട് ആളുകൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ അവർ ചെയ്തതിൽ ഒട്ടും വ്യത്യാസമല്ലാതാ ഇപ്പം സാബുമോൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതെനിക്ക് തോന്നുന്നു. പിന്നെ ഈ മൊബൈൽ ക്യാമറയുടെ പറയുന്നു ഇപ്പൊ എല്ലാവരും എന്താ പറയാ, ക്യാമറ ഉണ്ടെങ്കിലും മറ്റൊരാള് മൊബൈലില് ലൈവ് ഒക്കെ ഇടാറുണ്ട്. മൊബൈൽ ഇപ്പൊ ചെറിയ മൊബൈൽ അല്ല, ലക്ഷങ്ങളുടെ വില. ഐഫോണിലല്ലേ ഇപ്പൊ സിനിമ പോലും പലതും ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല ഭയങ്കര ക്വാളിറ്റി. ലൈറ്റ് പ്രത്യേകിച്ച് വേണ്ട, ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, മൈക്ക് അതിൽ തന്നെ കണക്ട് ചെയ്യാം, കംഫർട്ടാണ്. മാത്രം ഇതിലെടുത്തൊന്നും കാണാതിരിക്കുമെന്നോ ആളുകൾ. ഈ കാണുന്ന വീഡിയോസ് എല്ലാം ഇതിലെടുത്തതല്ലേ? എത്രയോ വീഡിയോസ്, മില്യൺ കണക്കിന് വീഡിയോസ് അടിക്കുന്ന ലൈക്ക് എല്ലാം ഇതിലെടുത്തതല്ലേ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പോലും മൊബൈലല്ലേ വീഡിയോ എടുത്തിട്ടത്. അതുകൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൊബൈൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മില്യൺ ഉള്ള വ്യൂസ് 2 ഇന്ത്യയിലെ തന്നെ. അത് 2 ഫോണിൽ എടുത്തതാ. അപ്പൊ അതൊക്കെ മറ്റൊരു പയ്യൻ ഫുട്ബോൾ തെറ്റുന്ന വീഡിയോ ഫോണിൽ എടുത്തതാ. ക്യാമറയിൽ അങ്ങനെ എടുത്താൽ കുഴപ്പമില്ല, മൊബൈലിൽ എടുത്താൽ അത് കളിയാക്കാൻ പറയുന്നതാ. ഒരുമാതിരി കളിയാക്കുന്ന രീതിയാ. ഫോണും തൂക്കി നടക്കുക. മറ്റേ ക്യാമറ എന്തോ വൈ സെറ്റപ്പ്. ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന പുറത്തു പോകുമ്പോൾ വീട്ടിൽ ക്യാമറ ഇരിപ്പുണ്ട്. മെനക്കേട് ഇത് കൊണ്ട് നടക്കലും വെട്ടം കറക്റ്റ് ചെയ്യലും
പിടിച്ചോണ്ട് നടക്കലൊക്കെ മറ്റേ ഫോണാകുമ്പോൾ പെട്ടെന്ന് എടുക്കാം. ഇത് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഈ വന്ന കാലത്ത് ഒരു ഐഫോൺ മേടിക്കുന്നതിന്റെ പകുതിയുടെ പകുതി കാശ് കൊടുത്താൽ ക്യാമറ കിട്ടും, 10,000 രൂപ കൊടുത്താൽ ക്യാമറ കിട്ടും, ചിലപ്പോൾ 10,000 രൂപ കൊടുത്താൽ കുറഞ്ഞ ക്യാമറ കിട്ടും. പക്ഷെ ഒരു ഐഫോൺ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മേടിക്കുന്ന എത്ര രൂപയോ? ഇവരൊക്കെ കൊണ്ട് നടക്കുന്നത് 10, 40,000, 50,000 വിലയുള്ള ഐഫോൺ ഒക്കെ ആയിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 10, 20,000 വരെയെങ്കിലും ഉള്ള ഫോണായിരിക്കാം. അതിൽ കുറഞ്ഞ വിലയ്ക്കൂടെ ക്യാമറ കിട്ടും. അപ്പൊ അത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കൊണ്ട് നടക്കാതെ. അപ്പൊ അവരെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പല ആളുകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ വിഹിതം പങ്ക് പറ്റിക്കൊണ്ട് തന്നെ അവരെ എതിർക്ക് പറയുന്നവരാ. വയനാട് ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷൻ നടക്കുന്നു. ഈ കൊച്ചി കിടക്കുന്നവര് ഇതെങ്ങനെ അറിയുന്നു അവിടെ നടക്കുന്ന കാര്യം? ഇവർക്ക് വട്ടമുണ്ട് ഇവിടെ നിന്നുള്ളവർ ചെല്ലാൻ. അപ്പോൾ ഇത് ഈ പറയുന്നവർ ഒന്നെങ്കിൽ വരുന്ന ഈ താരങ്ങളുടെ ആളുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വിളിച്ച് പറയും. ചിലർക്ക് കാശ് കൊടുക്കും, ചിലർക്ക് റീച്ച് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വിളിക്കും, നിങ്ങൾ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ വരണം. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ട് പോലും ഏകദേശം 100ഓളം മീഡിയ വിളിച്ച കേസുകളുണ്ട് വന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതെന്താ? അത് സോഷ്യൽ മീഡിയ പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിൽ ഈ പറയുന്നത് പോലെ ഈ വരുന്ന ചിലപ്പോൾ 2-3 ആക്ടേഴ്സ് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും, ആക്ട്രസ്. ഇതിനകത്ത് ഒരു ലേഡിയുടെ ചിലപ്പം ഇവർ എടുക്കുന്ന വീഡിയോ ആ ലേഡി അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. പക്ഷേ കൂടെ വരുന്ന 2 പേരുള്ളത് അവർ തന്നെ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ വരണം, ഞാൻ ഇന്ന അടുത്തുനിന്ന് കാറിൽ നിന്ന് ഇറങ്ങി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ലൂപ്പ് പോലെ. ഇവര് വിളിക്കാതെ ചെന്ന് കയറുന്നിടം ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ പോലും നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വന്ന കാലത്ത് കുറെ മാറ്റം വരും. അതിനപ്പുറത്തേക്ക് ഒരു കേസ് കൊടുക്കാൻ തയ്യാറാവണമെന്ന്. കാശ് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ഇവർ പ്രൊമോഷൻ വിളിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, സിനിമയുടെ കാര്യത്തിൽ പോലും ഈ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയട്ടെ, നമുക്ക് വലിയ മാധ്യമങ്ങളുണ്ട്, മനോരമ, അതുപോലെ തന്നെ 24, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ. നമ്മുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ വന്നു കഴിയുമ്പോൾ ഏത് ചാനലിലാണ് ആദ്യം ഇന്റർവ്യൂസ് വരുന്നത്? ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലാണ് അല്ലേ? എല്ലാം എന്ത് ലാലേട്ടൻ, മമ്മൂട്ടി, എല്ലാവരും. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ വന്ന ആരാ? നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ ടോവിനോ, ദിലീപേട്ടൻ, നമ്മുടെ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിലാണ് ഏറ്റവും സിനിമയിൽ. അതൊരു സാറ്റലൈറ്റ് ചാനലാണോ? ഒരിക്കലും അല്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ടാ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്, ആളുകൾ കാണുന്നത്, വേഗം എത്തുന്നതും. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം പറയും. അതായത് വളരെ പെട്ടെന്ന് ദഹിക്കുന്നതും ഫ്ലൂയിഡ് ഫോം ആയിട്ടുള്ളതുമായ ഇതെന്ന്. അതായത് ശരീരം ഏറ്റവും ആഗിരണം ചെയ്യുന്നത് ആ ഒരു ഫ്ലൂയിഡ് ഫോമിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുഴമ്പ് പോലത്തെ ചവച്ചരച്ച രീതിയിലാണ് ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഇത് എത്രയും വേഗം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ. അപ്പൊ തന്നെ ആളുകൾ കാണും, അപ്പൊ തന്നെ ലൈക്ക് ഷെയർ ചെയ്യും, വൈറലാവും. സാറ്റലൈറ്റ് എല്ലാത്തിനും പോവില്ല. മാത്രമല്ല സാറ്റലൈറ്റ് പോയാൽ എങ്ങനെ ഒരു ഓണത്തിന് ചിലപ്പോൾ നമ്മൾ കാണും 3-4 ആക്ടേഴ്സ് ഇരുന്നിട്ട് അങ്ങ് അത്തപ്പ് കൂടുന്നതും സദ്യ കൂടുന്നതും. പണ്ട് അത് കണ്ട്, ഇന്നത്തെ കാലത്ത് അതും ഇല്ല. എന്നും ഒന്ന് ഓണം പോലെ എന്നും ഒന്ന് ഓരോ ഇന്റർവ്യൂസ്, സിനിമാസ് വരുക. ഞാൻ ചോദിക്കട്ടെ, എത്ര നമ്മൾ ടി വിയിൽ ഇപ്പൊ തന്നെ ഈ അടുത്ത് റീസെന്റ് കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ മാധവ് സുരേഷിന്റെ കുറെ വീഡിയോ ബൈറ്റ്, ഇതെവിടെ ഞാൻ ടി വിയിലൊന്നും കണ്ടില്ല. ഞാൻ എല്ലാ ഫോണിലാണ് കാണുന്നത്, എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലാണ്. അദ്ദേഹത്തെ ഒരു പരിധിവരെ എനിക്ക് ആളുകൾ അറിയിച്ചത് ഈ പറയുന്ന സിനിമയിൽ അഭിനയിച്ചൊന്നും അറിയിച്ചതൊന്നുമില്ല. അതിനകത്ത് അഭിനയം കണ്ടായിരുന്നു. കളിയാക്കുന്നൊന്നുമല്ല, ആ കഴിവേട് കാണിച്ച് ഞാൻ പറയണമല്ലോ, ഇനി തെളിഞ്ഞു വരുമായിരിക്കാം, എനിക്ക് തെളിഞ്ഞോളൂ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അറിഞ്ഞത് ഈ പറയുന്ന സിനിമയിലൂടെ. അവിടെ PR നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ഈ ഇടയ്ക്ക് പടക്കളം സിനിമ കണ്ടു. പടക്കളം സിനിമയ്ക്കകത്ത് ഷറഫുദ്ദീൻ ഉണ്ട്, അതുപോലെ തന്നെ സുരാജേട്ടനുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സന്ദീപ് ഉണ്ട്. പക്ഷെ സന്ദീപിന്റെ മാത്രം ഫോട്ടോസും കാര്യങ്ങളും ഒരുപാട് എല്ലായിടത്തും വന്നു. സന്ദീപിന് അവസാനം കമ്പയർ പോലും ചെയ്യുന്നത് നെസ്ലിനുമായിട്ടാണ്. അപ്പൊ എനിക്കത് മനസ്സിലായി കൃത്യമായ PR നടന്നിട്ടുണ്ട്. അതിനുശേഷം മാധവ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അടുത്ത അത്രയും മെയിൻ ആയിട്ട് നിൽക്കുന്ന സന്ദീപിനെ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് പടക്കളത്തിൽ സന്ദീപിന് പകരം മാധവ് ആയിരുന്നെങ്കിൽ അത് കൃത്യമായ PR നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇതെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നടക്കുകയും ചെയ്യും ഒരു ഭാഗത്തൂടെ. എന്നിട്ട് ഒരു ഭാഗം ആളുകൾ ഇവരെ വന്നിരുന്നിട്ട് അപ്പുറത്തൂടെ ഇത് പാപ്പരാസി അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. അപ്പൊ അതിനെ തിരിച്ചറിയാം. അത് മാത്രം നമ്മളിപ്പോ ഒരു അരി മേടിക്കുമ്പോൾ അതിനകത്ത് കല്ലും നെല്ലും എല്ലാം കാണും. പക്ഷേ അരിയും കളഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോയില്ലേ? അതിനകത്ത് ഇത് പറക്കി കളയാൻ നമുക്ക് പറ്റും. അത് ഇവർ കേസ് കൊടുക്കാൻ തയ്യാറാവും. എനിക്ക് അതാ പറയാനുള്ളത്. നിങ്ങൾക്ക് ആരോപണം വരുമ്പോൾ സ്ത്രീകൾ നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് പെറ്റീഷൻ കൊടുക്കുക. ഒരു പക്ഷെ കേസിന് വിധി ആവുന്നതിലപ്പുറത്തേക്ക് അവർ പിന്നെ എടുക്കാൻ തയ്യാറാവത്തില്ല, പേടിക്കും. 2-3 കേസ് വരുന്നു. ഇപ്പൊ ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെ ബോച്ചയ്ക്കെതിരെ കേസ് വന്നു. അതിനുശേഷം ബോച്ച ഒരിടത്ത് പോലും ദ്വയാർത്ഥം പ്രയോഗിച്ചില്ലല്ലോ, പ്രയോഗിച്ചില്ല. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം പോലും നമുക്ക് വരുത്താൻ ചിലപ്പോൾ പറ്റും. ഇവർ കേസ് കൊടുക്കാൻ തയ്യാറാവണം. പക്ഷെ നമ്മുടെ ഇങ്ങനെയുള്ള മാധ്യമങ്ങളെ നിയന്ത്രിച്ചാല് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം അവരൊരു ഇപ്പോ ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അങ്ങനെ എടുക്കരുത്, അങ്ങനെ ഒരു നിയന്ത്രണമൊക്കെ വരികയാണെങ്കിൽ അവരുടെ ഒരു ഉപജീവനത്തെ കൂടെ അത് ബാധിക്കില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അത് കൂലിപ്പണി എടുത്തിട്ടും അതുപോലെ തന്നെ അപ്പുറത്ത് അയ്യം കളച്ചിട്ടും അല്ലെങ്കിൽ തൊഴിലുറപ്പ് ചെയ്തിട്ടും ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ തുണിയില്ലാത്ത സാധനം മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് റീച്ച് കിട്ടത്തോളം അങ്ങനല്ല. ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം അവരെ കൊണ്ട് ഇന്റൻഷനലി എടുപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ വിളിക്കാറുണ്ട്, വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒക്കെ നടത്തിക്കോട്ടെ. അല്ലാതെ താല്പര്യമില്ലാതെ എന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ കേസ് കൊടുക്കണമെന്നാ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ എടുത്താൽ വരുമാനത്തിനോ കൂലിപ്പണി എടുക്കണം, വേറെ കൂലിപ്പണി എടുത്ത് ജീവിക്കണം, വൾഗറായിട്ട് ഇടുകയും ചെയ്യും. അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഉണ്ട്. ഇപ്പൊ സാബുമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്യൂർ കണ്ണിലൂടെ ആയിരിക്കും കാണുന്നത് എല്ലാവരും ഇങ്ങനെ. പക്ഷെ അങ്ങനെ അല്ല സാബുമാൻ സാർ, നിങ്ങൾ മനസ്സിലാക്കണം.
ചില ആളുകൾക്ക് താല്പര്യമുണ്ട്, ചില സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അവർ ചില രീതികൾ പുറത്ത് വരുന്നത്, ഈ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണന്റെ ഒക്കെ വീഡിയോസ് വരുന്നതിന് പക്ഷേ അവർ വരുന്ന സമയത്തിന് ഇവർ വന്ന് നിൽക്കുന്നത് എന്താ, അവർക്കറിയാം അത് വരണമെന്ന്, അവരുടെ ഇന്റൻഷൻ കൂടെ കൊണ്ട് വരുന്നതാ. ഇതൊക്കെ ഇവരിടുന്നത് കൊണ്ടാണ് എല്ലാവരും അറിയുന്നത്. ഇതിപ്പോ ആരും എടുത്തിട്ടില്ലെങ്കിൽ ആരും ഒന്നും അറിയില്ല. മൊബൈൽ ക്യാമറയും കൊണ്ട് ഈ ഓൺലൈൻ മീഡിയാസ് വലിഞ്ഞു കയറിയാണ് പല ഉദ്ഘാടന വേദികളിലും പോകുന്നതാണ് പൊതുവേ ഒരു ആക്ഷേപം. പക്ഷെ എനിക്കങ്ങനെ പറയാനില്ല. കാരണം വണ്ടി സഹിതം ബുക്ക് ചെയ്തിട്ടാണ് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പലരും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് വലിയ കൂടിയ വണ്ടികളിൽ കൊണ്ടുവിടുക, അതുപോലെ തന്നെ വൈകിട്ട് ബാറ്റ കാശും കൊടുക്കുക. അതായത് ഈ പറയുന്ന ചില മീഡിയസ് വലിയ മാധ്യമങ്ങളായിരിക്കും, അവർക്ക് വേറെ കല്ല് കാശ് കൊടുക്കും, അല്ലാതെ തുടക്കക്കാർക്ക് അതിൻ്റെതായ കാശ് കൊടുക്കും. ഇവിടെ എനിക്ക് ഇത് തീർക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇവരെ കാണാതിരിക്കുക, ആളുകൾ കാണാതിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ആ വിഷമം തീർന്നേ, ആൾ കുറയുവേ. രണ്ടാമത്, നിങ്ങളുടെ വീഡിയോ മോശമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ തയ്യാറാകുക. ഈ രണ്ട് വിഭാഗം ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കും. അതല്ല എന്നിട്ട് റീച്ച് കൂടുക, മില്യൺ ആവുക, അപ്പൊ പിന്നെ ആരെന്ത് ചെയ്യണം? നെഗറ്റീവ് വരുമ്പോഴാണ് മില്യൺ ആയിട്ട് വരുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മറുവശം. സപ്പോർട്ട് അല്ല, ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന രാത്രി ആവുമ്പോൾ പതുക്കെ കയറുമെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിനകത്തെ മെയിൻ കാര്യം. ഞാൻ പറയട്ടെ, ഈ പഴയ വനിതയും ഒക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ സിനിമയുടെ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് മറിച്ചിട്ടേ ഇങ്ങനെ നോക്കുന്ന ആളുകളെ എനിക്കറിയായിരുന്നു, പാവാടയുടെ അടിഭാഗം കാണുന്നു അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുള്ള നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുമ്പോഴത്തേക്കും കാണാതിരിക്കുവോ? ഒന്നെങ്കിൽ അത്രയും വൾഗറായിട്ട് ആരും ഇടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഓൺലൈൻ മീഡിയയില്. അതാ പറഞ്ഞ അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിന് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കണം. എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് ഒരു കേസ് പോലും FIR പോലും ഇവർക്കെതിരെ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വരുന്നില്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും കൊടുക്കുക തന്നെ വേണമെന്ന് എനിക്ക് പറയാം. കാരണം ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട്. കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് ക്യാഷ് കിട്ടുന്നത് ഇവര് പോയിട്ട് എന്താ പറയാ വീഡിയോ എടുത്ത് ലിങ്ക് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അവർക്കും പൈസ കിട്ടുന്നത്. അങ്ങനെ ഇതൊരു ചെയിനാണ്, എല്ലാവരും പരസ്പര യോജിപ്പോട് കൂടിയാണ് പോകുന്നത്. ഞാൻ ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം ഞാൻ പറയാം, അതിലൂടെ നമുക്ക് നിർത്താം. അതായത് ഒരു പെൺകുട്ടി നടന്നു വരുന്നു, ശരീരം മൊത്തം ഫുൾ കൈ ചുരിദാർ, കഴുത്തൊക്കെ മറച്ചിരിക്കുക. ആ പെൺകുട്ടി നടന്നു പോകുന്നു. ഇപ്പുറത്തൊരു പെൺകുട്ടി ബിക്കിനി ഇട്ടുകൊണ്ട് നടന്നു വരുന്നു. ആരെ നോക്കും? ഇവിടുത്തെ കേരളത്തിലെ പുരുഷന്മാരോട് എൻ്റെ ചോദ്യം, നിങ്ങൾ ആദ്യം ആരെയായിരിക്കും നോക്കുന്നത്? ഈ നോട്ടത്തെ തന്നെയാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇതുപോലത്തെ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നത്. അത്രയും മാത്രം വിചാരിച്ചാൽ മതി. നമ്മുടെ നോട്ടം മാറ്റി കഴിഞ്ഞാൽ, കണ്ണടച്ചു കഴിഞ്ഞാൽ ഇത് വരത്തില്ല. ഒരു കാര്യം കൂടി ലാസ്റ്റ്, അശ്വന്ത് കോക്ക് പറഞ്ഞത്, നീലക്കുയിലായാലും ശരി പച്ചക്കുയിലായാലും ശരി അപരാധിച്ചില്ലേൽ നിനക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ട് നീലക്കുയിലിന്റെ ഏറ്റവും വലിയ അപരാധം പറയുന്നവരായിരുന്നു പറയുന്നത്. അവനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. നല്ല സിനിമ കൊള്ളത്തില്ലെന്ന് പറയും, കൊള്ളത്തിന് നല്ല സിനിമ അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയും. എന്നിട്ട് അപരാധം എന്ന് പറയുന്നത് എന്തുവാ? അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും വല്ലതും പറ, ബോധം വിവരമുള്ളവരും പറ. വിദ്യാഭ്യാസം കൊണ്ട് അധ്യാപകനായെന്ന് പറഞ്ഞിട്ട് അഖിൽമാരാറും അന്ന് പിന്നെ മാധ്യമങ്ങളെ എതിരെ പറഞ്ഞായിരുന്നു. അഖിൽമാരാർ എങ്ങനെ വന്നത്? അഖിൽമാരാലും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ട് ഡിബേറ്റ് ഒക്കെ നടത്തിയിട്ട് കയറി വന്നതല്ലേ. പിന്നെ അഖിൽമാരുടെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടി ഇതുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ സംസാരിക്കുമ്പം അദ്ദേഹത്തിന്റെ എന്താ പറയാ, അതില് എന്താ പറയണ്ടേ, സ്റ്റാൻഡിൽ നിൽക്കാൻ അറിയാം, വഴുതിയാൽ നിന്നോളും. പക്ഷേ ഈ അഖിൽമാരാർക്ക് ഈ ഒരു സ്റ്റാർഡം ഉണ്ടായത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ. അതല്ലേ ഞാൻ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ വന്നേ. അതിൽ ഡിബേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, സായിയൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിന് ഇത് കിട്ടി. പിന്നെ ബിഗ് ബോസിൽ എത്തി, അതിനുശേഷം അദ്ദേഹത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വലിയൊരു കാര്യം. അദ്ദേഹം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ചിലതൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞ് മുഞ്ചി പോയൊക്കെ ചെയ്യാറുണ്ട്, ചിലതൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അതായത് സ്റ്റാൻഡ് കൃത്യമായിട്ട് പറയേണ്ടത് പറയും, ധൈര്യത്തോടെ എവിടെയും പറയാൻ അദ്ദേഹം ധൈര്യം കാണിക്കുന്നുണ്ട്. ഈ ഫെയിമിന് വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ട് പിന്നീട് കുറ്റം പറയുന്നത് പക്ക ഒരു തെണ്ടിത്തരം തന്നെയല്ലേ? തെണ്ടിത്തരത്തിട്ടാണ്. അതായത് ഫെയിമിന് വേണ്ടി ഉപയോഗിക്കുക. അതായത് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതാണ് ഒരു സിനിമയ്ക്ക്, ആ പെങ്കൊച്ച് സിനിമയ്ക്കകത്ത പെങ്കൊച്ചാണ്. അത് വളരെ വൾഗറായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. വളരെ ഈ ക്ലീവേജ് ശരിക്കും കാണിക്കും, സാധാരണ പോലല്ല. ഞാൻ എന്തിനും ഇത്രയും കാണിക്കുന്നത് സിനിമയൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു പെൺകുട്ടിയെ നായികയാക്കിയ ഒരാൾ പഴയ ഒരു സംവിധാനം ചെയ്തൊരു സിനിമയ്ക്കകത്ത പെൺകുട്ടിയാണ്. അത് വരുമ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പ്രത്യേകം ക്യാമറ വെച്ച് എടുക്കൊന്നും വേണ്ട, നമ്മൾ നേരിട്ട് തന്നാൽ പോലും അങ്ങനെ തന്നെ കാണുന്നത്. അപ്പൊ അതിനെ ഇന്റൻഷലി എടുത്ത് ഇങ്ങോട്ട് വിടും. അപ്പൊ സാധാരണക്കാർ കാണുമ്പോഴും വിചാരിക്കുന്നു ഈ പെൺകുച്ചിന്റെ ഇങ്ങനെ എടുക്കുന്നതാ. പക്ഷെ അത് അങ്ങനെ തോന്നത്തില്ല. അല്ലാതെ ക്യാമറ വെച്ചെടുത്താലും അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട്ടാ തീരത്തില്ല ആ പ്രശ്നം അങ്ങനെയാണെങ്കിൽ. പക്ഷെ ഇടത്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരാവും. അമ്മമാരായാലും പ്രശ്നമൊന്നുമില്ല. കംഫർട്ട് എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല. കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് എവിടെ എങ്ങനെ നടക്കണം, ഒന്ന് കുനിഞ്ഞാൽ പോലും അവർ ആ വീഡിയോ എടുത്താൽ നമുക്ക് പ്രശ്നമില്ലാതിരിക്കണം. കാര്യം ഇന്നത്തെ ലോകത്തെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ നമ്മുടെ ഉദ്ഘാടനത്തിന് വരുമ്പോഴത്തേക്കും മീഡിയ ഇല്ലെങ്കിൽ തന്നെ 10,000 ആളുകൾ ഫ്രണ്ടിലുണ്ടേ. ഈ കുനിയുമ്പോ 10,000 ആളുകൾ കാണുവേ, അവരും വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്തല്ലേ പറഞ്ഞ കണ്ണ് കാണുവേ അപ്പൊ തന്നെ. അപ്പൊ അതിൽ പ്രശ്നമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീകളുടെ ശരീരം തുറന്നു വെച്ചാൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, ഒരു അധിക വിഭാഗം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളുകൾ ഉള്ള ഒരു നാട്ടിൽ നമ്മൾ വെസ്റ്റേൺ ആളുകളൊന്നും അല്ല, നമ്മൾ വെസ്റ്റേൺ കൾച്ചറും അല്ല. അവിടെ നമ്മൾ അവർ പുറത്ത് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞത് അവരുടെ ചൂടും കാര്യങ്ങളും തണുപ്പും, അവരുടെ വസ്ത്രങ്ങൾ അങ്ങനത്തെയാണ്.
പക്ഷെ നമ്മൾ അതിനേക്ക് അങ്ങ് അനുകരിക്കാനാണ് പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നടിമാരൊക്കെ ഇനി അങ്ങനെയുള്ള വേഷം ധരിക്കണം. സത്യം ഞാൻ പറഞ്ഞത്, ഈ ക്ലീവേജ് കാണിക്കുന്നത് വലിയ അഭിമാനം പോലെ. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാ ആ ഒരു കൾച്ചർ വന്നേന്ന്. ഞാനും പ്ലസ് 2 ഡിഗ്രി ഒക്കെ പഠിച്ചത്. പക്ഷെ ഇന്നത്തെ കൊച്ചു പിള്ളേരിൽ ഏറ്റവും അടുത്ത് കണ്ടു കാണുന്നതാണ് 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിക്കുമ്പോൾ ചുമന്ന കളർ ലിപ്സ്റ്റിക്ക്. ഞാൻ തന്നെ ചോദിക്കട്ടെ, ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് എന്താ? ഞാൻ അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലിപ് ബാം ഇട്ടാ പോരെ കളറില്ലാത്ത? അതൊന്നും അല്ല, എനിക്ക് തോന്നുന്നത് അട്രാക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ ഡ്രസ്സ് ഇടുന്നത്, ഞാൻ അട്രാക്ഷിപ്പിക്കാൻ തന്നെ. പക്ഷെ ഇത് പെൺപിള്ളേടുത്ത് പറഞ്ഞു, നീ മറ്റുള്ളവരെ കാണിക്കാനല്ലേ ഓടി ഇടുന്നത്. പക്ഷെ സമ്മതിക്കത്തില്ല. എന്റെ കംഫർട്ടാ, എന്ത് ഭംഗി. അതെന്താ അവർ തൊലിയോട് ചേർന്ന് കിട്ടി ചുമന്ന കളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ അട്രാക്ടിപ്പിക്കാനും ഇങ്ങോട്ട് നോക്കിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നും എന്തോ, എന്നിട്ട് ക്ലീവേജ് ഒക്കെ എന്തോ അവിടെ ആളുകൾ നോക്കുമെന്നറിയാം. ഈ നോട്ടം കിട്ടണം, എങ്ങനെയും നമുക്ക് നോട്ടം കിട്ടണം. ഈ നോട്ടമാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ നല്ല നിങ്ങൾ ചാക്ക് മൂടി പോയി നടന്നു നോക്ക്, ഒരാൾ നോക്കത്തില്ല. പക്ഷെ അത് നമുക്ക് പറ്റത്തില്ല. വീഡിയോ പകർത്തില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഡ്രസ്സ് നല്ലതാണെങ്കിൽ ആർക്കും നോക്കാൻ വേണ്ടേ? നിങ്ങൾ നോക്ക്, ഭയങ്കര ലൂസായിട്ടൊരു ഷർട്ട് ഞാൻ ഇടുന്നു. ഒരു പെമ്പിളാർ കാര്യം പറയാം, ഭയങ്കര ലൂസ് ഒരു ഷർട്ട്, ലൂസ് ഒരു പാന്റ്, മുഖമൊക്കെ ഇങ്ങനെ ഒരു വള്ളിയിട്ട് കറച്ച് ഒരാളും കൊണ്ട് വരത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിർത്ത ഒരു കാര്യം പറയാം. പക്ഷെ ഈ ക്ലീവേജ് ഒന്നും കാണിക്കാതെയുള്ള നടിമാരുടെ വീഡിയോ എടുത്തിട്ടും ചാനലുകൾ ഇടാറുണ്ട്. അതെ, കാണിക്കാൻ വേണ്ടി മാത്രമല്ല അവർ ഇടുന്നത്. അതിന്റെ എന്ത് കമന്റ് വരും എന്ന് പറഞ്ഞേ? അതിന്റെ അടിയിൽ എന്ത് കമന്റ് വരും? അതായത് ഒരു സ്ത്രീ ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നു, ഒരു ചുരിദാറിട്ട് ഷോളൊക്കെ ഇട്ട് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ നടക്കുന്നു, അല്ലേ? പോട്ടെ, സാരി എടുത്തോണ്ട് വരുന്നു, വയറൊന്നും ഇങ്ങനെ കാണിച്ചിട്ടല്ല, മാന്യമായിട്ട് സാരി എടുത്തോണ്ട് സ്ത്രീ വരുന്നു. അവരെന്ത് മോശം പറയാനാ? കഴിഞ്ഞ ദിവസം വടിവ് കാണുന്നോട്ട് ഇങ്ങനെ അനന്യ ഞാനൊരു എക്സാമ്പിൾ പറയാം. അനന്യ ഒരു ഷർട്ടും എന്താ പറയാ ഒരു പാന്റും ഇട്ടിട്ട് ഒരു സാധാരണ ഒരു ഫോട്ടോ, അതിലൊരു ഇത്തിരി വയറ് കാണുന്നു. പക്ഷെ അതിനും കൂടി നെഗറ്റീവ്. ആര് കണ്ട്? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട അത്രയും ശരീരത്തിൽ അത്രയും വയറ് ആര് കണ്ട്? അത് മനസ്സിലാവും. പക്ഷെ കുറച്ചേ കാണുന്നുള്ളൂ. പക്ഷെ അതുപോലും ഈ കമന്റ് ഇടുന്നവരാണ് ഇത് ചെയ്തിട്ട് ഇവർ എടുക്കുന്നില്ല. മീഡിയക്കാര് ഇല്ല, കമന്റ് ഇടുന്നവരെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ല. അതിൽ അനന്യക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരവരുടെ പാട്ടിന് പോകുന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ കമന്റ് ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിലും കാണുന്നവൻ മനസ്സിലത് വിചാരിക്കുമല്ലോ. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഒരു ഷഡ്ഡിയും പ്രായമായിട്ടുണ്ട് ഞാൻ നാളെ വരട്ടെ, ഈ പറയുന്നവരെല്ലാം കുറ്റപ്പെടുത്തും, എല്ലാവരും തെറി വിളിക്കും. ഇവൻ എന്ത് കാണിക്കുന്നത്? അപ്പൊ ആരും പറയത്തില്ല അവന്റെ വസ്ത്രധാരണമല്ലേ, അവന്റെ അവകാശമല്ലേ, അവൻ ഇട്ടോട്ടെ. എന്താ പറയത്തില്ല. അപ്പൊ പറയത്തില്ല, അത് വൾഗറാണ്, വൃത്തികേടാന്ന് പറയും. അപ്പൊ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. ഇവിടെ നമ്മള് വലിയ വലിയ ആളുടെ കല്യാണത്തിന് വരുമ്പോഴത്തേക്കും ചെറുക്കൻ സൂട്ടും കോട്ടും, ഫുൾ ഇൻ ചെയ്തിട്ട് ഇത്രയും സൂട്ടും കോട്ടും ഇൻ ചെയ്ത്, പെണ്ണ് മാത്രം എന്തുവാ പകുതി തുണി, എന്തുവാ എന്തേ? അതായത് ഇവിടെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. പെണ്ണൊരു മാർക്കറ്റിംഗ് വസ്തുവായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണിനെ മാക്സിമം തുണി ഊരിപ്പിച്ചാലാണ് അവിടേക്ക് ആള് കൂടുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ തലയിലേക്ക് അടിച്ചു കയറ്റി കൊടുത്തിട്ട് നീ തുണി കൊടുത്ത് നടക്കുന്നത് നിന്റെ സ്വാതന്ത്ര്യം ഹനിക്കലാണ്, നിന്റെ ശരീരം മാക്സിമം ആളുകളെ കാണിക്കാൻ നീ തയ്യാറാവണം. അതിനപ്പുറത്തേക്ക് അവളുടെ ശരീരം അവൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം കാണിക്കലാണ് യഥാർത്ഥത്തിൽ അവളുടെ ശരീര സ്വാതന്ത്ര്യം. മനസ്സിലാവുന്നില്ല. എല്ലാരെയും തുറന്നു കാണിക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.